സുഹൃത്തുക്കളെ, ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള അതീവ രഹസ്യമായ നീക്കങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഡീസയിലെ ബാലസോർ സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ സ്വന്തം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ഒരു വലിയ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു. എന്നാൽ അത് ഏത് മിസൈലാണെന്ന കാര്യത്തിൽ ഔദ്യോഗികമായി വലിയൊരു മൗനവും ദുരൂഹതയും തുടരുകയാണ്. സാധാരണ ഒരു മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ ചുറ്റുമുള്ള ചില പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റാറുണ്ട്. എന്നാൽ ഇത്തവണ സംഭവിച്ചത് അങ്ങനെയല്ല. 11,000-ലധികം വരുന്ന ജനങ്ങളെയാണ് അധികൃതർ മണിക്കൂറുകൾക്കുള്ളിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. 11-ലധികം ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചു. പ്രദേശം മുഴുവൻ സൈന്യത്തിന്റെയും പോലീസിന്റെയും കനത്ത സുരക്ഷാ വലയത്തിലുമാക്കി. എന്തായിരുന്നു ആ ടോപ്പ് സീക്രട്ട് മിസൈൽ? ഇന്ത്യ ഇനി ചൈനയും പാകിസ്ഥാനെയും മറ്റുള്ള രാജ്യങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച അഗ്നി 6 ആണോ അത്? അതോ മറ്റേതെങ്കിലും അത്യാധുനിക എയർ ഡിഫൻസ് ഇന്റർസെപ്റ്റർ മിസൈലാണോ? ലോകരാജ്യങ്ങൾ വരെ ഉറ്റുനോക്കുന്ന രഹസ്യ പരീക്ഷണത്തിന്റെ ചുരുളഴിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒഡീഷയിലെ ബാലാസോറിലുള്ള ലോഞ്ച് കോംപ്ലക്സ് 3-ൽ നിന്നാണ് ഈ പരീക്ഷണം നടന്നത്. സുരക്ഷ മുൻനിർത്തി ലോഞ്ച് പാഡിന്റെ 3.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് നിന്നും 11,442-ലധികം ആളുകളെയും അവരുടെ കന്നുകാലികളെയും ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം വളരെ പെട്ടെന്ന് താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറ്റി. ബർദൻപൂർ മൾട്ടിപർപ്പസ് സൈക്ലോൺ ഷെൽട്ടർ, ഭീംപൂർ, തുണ്ടുര എന്നിവിടങ്ങളിലെ സ്കൂളുകളിലേക്കാണ് ആളുകളെ മാറ്റിയത്. ഇത്രയും വലിയ രീതിയിലുള്ള ജന ഒഴിപ്പിക്കൽ ഒരു സാധാരണ മിസൈൽ പരീക്ഷണത്തിന് വേണ്ടി നടത്താറില്ല. DRDOയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്രയും വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുള്ളൂ. പരീക്ഷണം കഴിഞ്ഞ് ക്ലിയറൻസ് ലഭിച്ച ശേഷമാണ് ഇവരെ വീടുകളിലേക്ക് പോകാനായിട്ടും അനുവദിച്ചത്. ഇതിന്റെ പിന്നാലെ പ്രതിരോധ വിദഗ്ധരും മാധ്യമങ്ങളും ഒരുപോലെ ചോദിക്കാൻ തുടങ്ങിയ ഒരു ചോദ്യമുണ്ട്. DRDO ശരിക്കും എന്താണ് അവിടെ പരീക്ഷിച്ചത്? പ്രതിരോധ ലോകത്തു നിന്നും പുറത്തു വരുന്ന ഏറ്റവും വലിയ ഊഹാപോഹം ഇങ്ങനെയാണ്: ഇന്ത്യ തങ്ങളുടെ ഏറ്റവും മാരകമായ അടുത്ത തലമുറ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള അഗ്നി 6 പരീക്ഷിച്ചു. എന്താണ് ഈ അഗ്നി 6? ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും DRDO ഈ പ്രൊജക്ടിന് മേളിൽ വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ അന്തിമ അനുമതി ലഭിച്ചാൽ ഫുൾ സ്കെയിൽ ഡെവലപ്മെന്റിലേക്ക് കടക്കാൻ ഇന്ത്യ ഏത് സമയത്തും സജ്ജമാണെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ഈ മിസൈലിന്റെ സവിശേഷതകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിന്റെ പരിധി, അതായത് റേഞ്ച് എന്ന് പറയുന്നത് 8,000 മുതൽ 12,000 കിലോമീറ്റർ വരെയാണ്. അതായത് ഇന്ത്യയിൽ ഇരുന്ന് വിക്ഷേപിച്ചാൽ ഏഷ്യ മുഴുവനായിട്ടും യൂറോപ്പും ആഫ്രിക്കയുടെ ഭൂരിഭാഗവും ഇതിന്റെ പരിധിയിൽ വരും. എന്ന് മാത്രമല്ല, അതിനൂതനമായ MIRV സാങ്കേതിക വിദ്യയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മൾട്ടിപർപ്പസ് ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. ഈ സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരൊറ്റ മിസൈലിൽ 10 മുതൽ 12 വരെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഈ മിസൈൽ ആകാശത്തേക്ക് കുതിച്ചുയർന്ന് അന്തരീക്ഷത്തിന്റെ പുറത്തെത്തിയ ശേഷം ഇതിലുള്ള ഓരോ വാർഹെഡും വെവ്വേറെ പിരിഞ്ഞ് വ്യത്യസ്ത ദിക്കുകളിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരേ സമയം കുതിച്ചിറങ്ങും. ഒരു ശത്രു രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഒരേ സമയം ഹൈപ്പർസോണിക് സ്പീഡിൽ വരുന്ന 10 മിസൈൽ മുനകളെ തടയാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ മെയ് 8-നും ഇന്ത്യ ഒരു MIRV ശേഷിയുള്ള ഒരു അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ബംഗ്ലാദേശിലെ കോക്സ് ബസാർ വരെയും ദൃശ്യമായിരുന്നു. സന്ധ്യാനേരത്ത് വിക്ഷേപിച്ചത് കൊണ്ട് മിസൈലിന്റെ പുകപടലങ്ങളിൽ സൂര്യപ്രകാശം തട്ടി ആകാശത്തൊരു സ്വർണ്ണ വ്യാളിയെ പോലെ അതങ്ങനെ തിളങ്ങി നിൽക്കുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ്. ആ പരീക്ഷണത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ചാന്ദിപ്പൂരിൽ ഈ പുതിയ അതീവ രഹസ്യ പരീക്ഷണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അഗ്നി 6ന്റെ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇതിൽ മറ്റൊരു പ്രധാന സാധ്യതയും പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചില പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു ഭൂഖണ്ഡാന്തര മിസൈൽ അല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വന്തം ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു അത്യാധുനിക ഇന്റർസെപ്റ്റർ മിസൈൽ ആകാനും സാധ്യതയുണ്ട്. എന്താണ് ഈ ഇന്റർസെപ്റ്റർ പരീക്ഷണം? ശത്രു രാജ്യങ്ങൾ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന പ്രതിരോധ സംവിധാനമാണ് ഇത്. ഇതിന്റെ പരീക്ഷണങ്ങൾ സാധാരണയായിട്ട് 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കാറുള്ളത്.
ഒരു ലോഞ്ച് പാഡിൽ നിന്നും ശത്രു മിസൈലായിട്ട് അഭിനയിക്കുന്ന ഒരു ടാർഗറ്റ് മിസൈൽ വിക്ഷേപിക്കും. അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് ചാന്ദിപ്പൂരിലെ ലോഞ്ച് കോംപ്ലക്സിൽ നിന്നും ഇന്റർസെപ്റ്റർ മിസൈൽ കുതിച്ചുയർന്ന് വായുവിൽ വെച്ച് ഇല്ലാതെയാക്കും. ഇത്തരമൊരു പരീക്ഷണം നടക്കുമ്പോൾ മിസൈലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അവയുടെ അവശിഷ്ടങ്ങൾ വലിയൊരു ദൂരപരിധിയിൽ പതിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം DRDO ഇത്രയും കനത്ത ജാഗ്രത പുലർത്തിയതും 11ഓളം ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചതും. ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ചേർന്ന് കൂടുതൽ കരുത്തുറ്റ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പരീക്ഷണമാകാനും ഇതിന് സാധ്യതയുണ്ട്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇന്ത്യ അടുത്തിടെ തങ്ങളുടെ സൈന്യത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് അനുമതി നൽകിയ പ്രളയ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പുതിയ വേരിയൻ്റോ അല്ലെങ്കിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ സർവീസ് ലൈഫ് നീട്ടുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളോ ആകാം ഇത്. 350 മുതൽ 500 കിലോമീറ്റർ വരെ പരിധിയുള്ള പ്രളയ മിസൈലുകൾക്ക് ചൈനീസ് അതിർത്തിയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ഇതിൻ്റെ പരിധി 600 കിലോമീറ്ററായിട്ട് ഉയർത്താനുള്ള ഗവേഷണങ്ങൾ DRDO നടത്തുന്നുമുണ്ട്. പക്ഷേ പ്രളയ പോലെയുള്ള ചെറിയ മിസൈലുകൾക്ക് ഇത്രയും വലിയ ഒഴിപ്പിക്കൽ സാധാരണയായി ആവശ്യമില്ലാത്തത് കൊണ്ട് രഹസ്യമായിട്ട് നടന്നത് വളരെ വലിയ തന്ത്രപ്രധാനമായ ഒരു ആയുധ പരീക്ഷണം തന്നെയാണെന്ന് ഉറപ്പിക്കാനും സാധിക്കും. സാധാരണയായിട്ട് ഒരു മിസൈൽ പരീക്ഷണം വിജയമായിട്ട് പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ DRDOയും പ്രതിരോധ മന്ത്രാലയവുമെല്ലാം പ്രസ് റിലീസുകളും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടാറുണ്ട്. പ്രതിരോധ മന്ത്രി ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കാറുമുണ്ട്. എന്നാൽ ഇത്തവണ പരീക്ഷണം കഴിഞ്ഞിട്ടും ഔദ്യോഗിക കേന്ദ്രങ്ങൾ സമ്പൂർണ്ണ മൗനത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ തന്ത്രപരമായ മൗനം? രാജ്യാന്തര തലത്തിലുള്ള തന്ത്രപരമായ കാരണങ്ങളാൽ ഇന്ത്യ പല അത്യാധുനിക ആയുധ പരീക്ഷണങ്ങളും ടോപ്പ് സീക്രട്ടായിട്ട് സൂക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് അഗ്നി 6 പോലെയുള്ള ലോകത്തെ ഏത് കോണിലും എത്താൻ ശേഷിയുള്ള ഒരു മിസൈലിൻ്റെ ആദ്യഘട്ട പരീക്ഷണങ്ങളെ പരസ്യപ്പെടുത്താനായിട്ട് ഇന്ത്യ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ശത്രു രാജ്യങ്ങളുടെ ചാരക്കണ്ണുകളിൽ നിന്നും വിവരങ്ങൾ മറച്ചു വയ്ക്കാനും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനും ഈ രഹസ്യ സ്വഭാവം സഹായിക്കും. ഏതായാലും ഒന്നുറപ്പാണ്, ചാന്ദിപ്പൂരിലെ ആകാശത്ത് DRDO തൊടുത്തുവിട്ടത് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ലാണ്. ശത്രുക്കൾക്ക് ഭയവും ഭാരതത്തിന് അഭിമാനവും നൽകുന്ന ഒന്നാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പ്രതിരോധ രംഗത്തെ ഇത്തരം അത്യാധുനിക വിവരങ്ങളും കൗതുകകരമായ വാർത്തകളും ഉടനടി അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. വന്ദേ മാതരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി ജയ്.